നയാഗ്ര വാട്ടർഫാൾസ് ആദ്യമായിട്ട് ഞാൻ കാണാൻ പോവാ റഹ്മാൻ സാറിന്റെ കൂടെ ടൂറിന് പോയ സമയത്ത്. അപ്പം ചിത്രേച്ചിന്റെ കൂടെ നയാഗ്ര വാട്ടർഫാൾസ് പോകുമ്പോ കുളിക്കാൻ ഡ്രസ്സൊന്നും എടുക്കുന്നില്ല. നമ്മൾ അയ്യോ ആണോ അവിടെ കുളിക്കാൻ പറ്റുമോ, പിന്നെന്താ ഡ്രസ്സൊക്കെ എടുക്ക്. എല്ലാരും ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഈ പട്ടി എടുത്ത് പുറത്ത് വെച്ചപ്പോ ചിത്രേച്ചി പട്ടി എന്തിനാ, ഞാൻ പറഞ്ഞല്ല കുളിക്കണ്ടേ. എന്റെ ഊബർ വന്നിറങ്ങിയപ്പം കുറച്ച് ഓട്ടോറിക്ഷക്കാർ വന്ന് അവരെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോ ഞാൻ പ്രശ്നമായി. അങ്ങനെ ഞാൻ വന്നൊരു അപ്പൊ തന്നെ ആ ദേഷ്യത്തിന് വന്നിട്ട് ഒരു വീഡിയോ ഇട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. ദേഷ്യം വന്നു, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യേണ്ടത്. ആയിരിക്കുമ്പോഴാണ് തുപ്പാക്കിയിലെ പാട്ട് ഓഗസ്റ്റിൽ എങ്ങാണ്ടാണ് തുപ്പാക്കിക്കാനെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയി. ഹൈഡ് ചെയ്യാൻ പറ്റില്ല. ഇല്ല. അപ്പം സാറിന് ഇതൊന്നും അറിയില്ല കേട്ടാ, ഹാരിസ് സാറിന് ഇത് അറിയില്ല. ഞാന് തുപ്പാക്കിക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് വന്നപ്പോ എന്നെ കുമ്പ കണ്ടപ്പോ കടവുളെ, അപ്പൊ നീ അന്ന് പെർഫോം ചെയ്തത് ചീത്ത കേട്ടിട്ടുണ്ടോ? നമുക്ക് അധികം സ്റ്റേജില് പിന്നെ സൗണ്ട് ചെക്ക് ഉള്ള സമയത്ത് എപ്പോഴും കോറസ് ടീമിന് കിട്ടും. പിന്നെ ഒരിക്കൽ എന്നെ ഏതൊരു സോങ് പാടാൻ വേണ്ടി വിളിച്ച സമയത്ത് എനിക്ക് ഈ രാത്രി റെക്കോർഡ് ചെയ്യുന്നത് വലിയ അറിയില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഞാൻ ഉറക്കം തൂങ്ങി ഇരിക്കായിരുന്നു. സാറ് പറയുന്ന എല്ലാ നോട്ട്സ് ഞാൻ തെറ്റിച്ചോണ്ടേ ഇരിക്കായിരുന്നു. അപ്പൊ സാറ് വാട്ട് ഇസ് ദിസ് സൈനോറ, യു നോട്ട് കോൺസെൻട്രേറ്റിംഗ്. അപ്പത്തേക്കും ഞാൻ സാർ ഈ ടൈമിൽ ഞാൻ ഇതുവരെ ഇങ്ങനെ പാടിയിട്ടില്ല. കാണുമ്പോ ചേച്ചി ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടൊക്കെ ഭയങ്കര തോന്നുമെങ്കിലും ബേസിക്കലി യു ആർ ഇൻട്രോവേർട്ട്. ഞാനൊരു ആംബിവേർട്ട് ആണെന്ന് എനിക്ക് തോന്നി. രണ്ടുമാണ്. അറിയാത്ത സ്ഥലത്ത് പോകുമ്പോ ഞാൻ ഇൻട്രോ ആയിരിക്കും. കുഞ്ഞാളാന്റെ വീട്ടില് പോയിട്ട് കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചേന്, കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചേന്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. നമസ്കാരം നമസ്കാരം നമസ്കാരം, വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, ഞങ്ങൾക്ക് തോന്നുന്നു 2 വർഷമായിട്ട് ഈ വ്യക്തിയുടെ പുറകെ ഞങ്ങൾ ഒരു ഇന്റർവ്യൂ തരുമോ എന്നിങ്ങനെ ചോദിച്ച് ആൻഡ് ഫൈനലി നമ്മോടൊപ്പം ഉണ്ട് നമ്മുടെ ഏവരും പ്രിയപ്പെട്ട സൈനോറ ഫിലിപ്പ്. ഹലോ, നമസ്കാരം. വെൽക്കം ടു ദ ഷോ. 2 വർഷം ഞങ്ങൾ ഇങ്ങനെ പുറകെ നടത്തി ലാസ്റ്റ് തന്നു. ഞാൻ കുറച്ച് ഓട്ടത്തിലായിരുന്നു, ഒളിവിലുമായിരുന്നു. ഓടി 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 അവസാനം ഞങ്ങൾ പിടികൂടി കൊണ്ടിരിക്കാണ്. അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നാളെ ന്യൂ മൂവി അല്ലെ റിലീസ് ആവുകയാണ്, ഒരു ജാതി ജാതകം. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഞങ്ങൾ ഒന്ന് കണ്ടുമുട്ടിയിരുന്നു. ഡീറ്റെയിൽ ആയിട്ടൊന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് പേടിക്കാതെ. ഓക്കെ, ചേച്ചീന്റെ കുറെ ഞാനിങ്ങനെ ചേച്ചി സൈനോറ ഫിലിപ്പ് എന്താന്ന് എക്സ്പ്ലോർ ചെയ്തപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത്, ഒരുപാട് ഇന്റർവ്യൂസിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, സ്വയം ഡിസ്കവറി ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാന്ന്. ചലഞ്ചസ് ഒക്കെ വന്നോളൂ, ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ് എന്ന് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എന്താ പറയുക, ഒരു വുമൺ ആയിട്ടാണ് എനിക്ക്. സോഷ്യൽ മീഡിയയിലുള്ള ഓരോ പ്രൊജക്ഷൻസ് അല്ല, അതൊന്നും വിശ്വസിച്ച് വീഴണ്ടാട്ടാ. ഇങ്ങനെയൊന്നും അല്ല, വേറൊരു പാർട്ടൊക്കെ ഉണ്ട്, വേറെ പല പാർട്ടും ഉണ്ട്. ഈ എങ്ങനെയാണ് എല്ലാം, യു ആർ എ മൾട്ടി ടാലന്റഡ് പേഴ്സൺ എന്ന് ഞാൻ പറഞ്ഞ നിഷേധിക്കുമോ? നിഷേധിക്കില്ല. അതെ, കാരണം ആക്ടർ ആണ്, മ്യൂസീഷ്യൻ ആണ്, കമ്പോസർ ആണ്, ഡയറക്ടർ ആണ്, എല്ലാ ടാഗ് ലൈൻസും ഉള്ള വ്യക്തിയാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഡബിങ്, ഒപ്പം ഡബിങ്ങും കൂടെ ചെയ്യുന്നത് ഏറ്റവും ഇഷ്ടം അപ്പാർട്ട് ഫ്രം മ്യൂസിക് ഇതിലേതാണ്? ഡ്രൈവിംഗ്, ഫോട്ടോഗ്രാഫി. പക്ഷെ ഫോട്ടോഗ്രാഫി എന്റെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു, ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അതാണ് ഫോട്ടോഗ്രാഫി, സിനിമാറ്റോഗ്രാഫി ചുമ്മാ ഫോൺ വെച്ചെടുക്കുന്നതാണ്. പക്ഷെ എനിക്ക് ഇങ്ങനെ കുറച്ച് ക്രിയേറ്റീവ് ഐഡിയാസ് വരുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇൻവോൾവ് ആൻഡ് ഫോക്കസ്ഡ് ആയിട്ട് പല ആംഗിൾസും ഫ്രെയിംസ് ഒക്കെ നോക്കി സെറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരാളാണ്. ഞാൻ ചേച്ചിയുടെ വ്ലോഗ് എന്തുകൊണ്ടാ പിന്നെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്? അതിൽ കുറെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നല്ലോ. ബേസിക്കലി എന്നെ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോകാൻ ഒരു ഗ്രൂപ്പോ ആരെങ്കിലും ഒക്കെ വേണം. ഒറ്റക്കായിട്ട് ഇത് ചെയ്ത് എടുക്കൽ എനിക്ക് എപ്പോഴും ഭയങ്കര ടാസ്ക് അത്. അപ്പൊ അങ്ങനെ ഒരു ഗ്രൂപ്പ് അങ്ങനെ കൊണ്ടുപോകാനുണ്ടെന്നുണ്ടെങ്കിൽ നടക്കുമായിരുന്നു. ഗ്രൂപ്പ് കിട്ടിയിട്ടില്ല. ഇല്ല.
ഓക്കെ, നമുക്ക് ഫ്രം ദ ബിഗിനിങ് തൊട്ട് നമുക്ക് പ്രേക്ഷകർ, ഞങ്ങളുടെ ചാനൽ ഫസ്റ്റ് ടൈം ആണല്ലോ, അപ്പം പ്രേക്ഷകരോട് എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കാം. ചേച്ചി ആസ് എ പ്ലാൻഡ് ആയിട്ട് വന്ന ഒരു പ്രൊഫഷൻ അല്ല, ഒരു ഇറ്റ്സ് ലൈക്ക് ഒരു ഡെസ്റ്റിനി. എങ്ങനെയാണ് ഒരു മ്യൂസിക് പ്ലേബാക്ക് സിംഗർ, ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് 2004 കണ്ണൂർ എസ് എൻ കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞിട്ട് മെറൈൻ ബയോളജിക്ക് അപ്ലൈ ചെയ്തു. ഇവിടെയായിരുന്നു, കൊച്ചി തന്നെയായിരുന്നു. അപ്പം അതിന്റെ ഇന്റർവ്യൂ കോള് വന്ന ദിവസം അതിന്റെ തലേ ദിവസം ഇരുന്നിട്ട് നമ്മൾ ഫുൾ ഇരുന്നിട്ട് ചെയ്യുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മെറൈൻ ബയോളജി. അപ്പൊ ഈ സുവോളജിയിൽ കുറച്ച് നോട്ട്സ് ഒക്കെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോള് വന്നു. അപ്പം ഡാഡി ആ ഫോൺ എടുത്ത്, ഡാഡിക്ക് തന്നെ ഇൻഡസ്ട്രിയിൽ ഒരാളെയും പരിചയമില്ല, ആരെയും അറിയില്ല. അപ്പൊ ആരോ വിളിക്കുന്നു, അൽഫോൻസ് എന്ന് പറയുന്നത്, ആരാ അത് എന്ന് വെച്ച് ഞാൻ വേഗം ഫോൺ എടുത്തപ്പോൾ പറഞ്ഞ അൽഫോൻസ് ചേട്ടനാ. അൽഫോൻസ് ചേട്ടൻ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ സനോര ഇങ്ങനെ ഒരു പാട്ടുണ്ട്, ഒരു ഇംഗ്ലീഷ് സോങ് ആണ്, മഞ്ഞു പോലെ ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട്, ഒന്ന് വന്ന് പാടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ അന്നാണ് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് ക്യുസാറ്റില് ഇന്റർവ്യൂവിന് പോണോ അല്ലെങ്കിൽ പാടാൻ പോണോ എന്നുള്ള ഡിസിഷൻ മേക്കിങ്ങിന്റെ ഒരു ദിവസം അന്ന് വന്നത്. അന്ന് ഞാൻ കുറെ ഇരുന്ന് ചിന്തിച്ചപ്പോ വെച്ച് ഇങ്ങനത്തെ ഒരു ഇതിൽ ഇതേ സെയിം ദിവസം അങ്ങനെ ഒരു റെക്കോർഡിങ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന് പോകണം എന്ന് എനിക്ക് തോന്നി. അങ്ങനെ വീട്ടില് ഡാഡി മമ്മി മൊത്തം പഠിപ്പിന്റെ കാര്യത്തിലാണ് ഇൻട്രസ്റ്റഡ്, മമ്മി ടീച്ചറാണ്, ഡാഡി മ്യൂസിക് ടീച്ചറാണ്. അപ്പം ഡാഡി മ്യൂസിക്കിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും. അങ്ങനെ രണ്ടുപേരും തമ്മിലൊരു ഒത്തുതീർപ്പാവാത്ത സമയത്ത് ഞാൻ പറഞ്ഞത് ഞാൻ പാട്ടിനാ പോകാൻ പോകുന്നത് പറഞ്ഞു. അങ്ങനെ ഞാനും ഡാഡിയും കൂടി അവിടെ പോയി തൃശ്ശൂർ പോയിട്ടാണ് ആദ്യമായിട്ട് മഞ്ഞൂർ ഒരു പെൺകുട്ടിയിൽ പാടുന്നത്. അതിന് മുന്നേ വെട്ടത്തില് ഒരു ഇംഗ്ലീഷ് അതൊരു ചെറിയ പോർഷൻ ഒരു ടെസ്റ്റ് മാതിരി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആണ് ആക്ച്വലി ഇതിലേക്ക് വന്നത്. ചേച്ചി ഇപ്പം സിയോളജി അല്ലെങ്കിൽ സയൻസ് ഗ്രൂപ്പ് ഒക്കെ പറഞ്ഞപ്പോഴാണ് ഫസ്റ്റ് ടൈം ഒരു കവിത വന്നത്. സയൻസ് സ്ട്രീം എടുത്തതിന് ശേഷം ചേച്ചി ഭയങ്കര ഇമോഷണൽ ആയിട്ട് എഴുതിയ കവിത പലയിടത്തും ഇൻഡസ്ട്രിയിൽ അതൊരു കോമഡി ആയിട്ടാണ് ചിത്രീകരിക്കപ്പെട്ടത്. അത് ഏതായിരുന്നു ആ കവിത? ഓ തവള, ഫ്രോഗി. ചേച്ചി അത് പലപ്പോഴും ചേച്ചി പാടാതെ നിങ്ങൾ എന്തിനു ചിരിക്കുന്നു, ഞാൻ അത്രയും ഇമോഷണൽ ആയിട്ട് എഴുതിയതാണ്, അതിനെ ഞാൻ പഠിച്ച സമയത്ത് എഴുതിയതാണ്. ആ തവളയുടെ സോങ് നമുക്കൊന്ന് പാടിയാലോ? ഭയങ്കര വേർഡ്സ് ഇപ്പൊ ഓർമ്മയില്ല, പഴയ ഒരു ബുക്കിലുള്ളത്. ഞാൻ ജസ്റ്റ് ഓർത്തെടുക്കാം, ഞാൻ എത്രയോ ഇന്റർവ്യൂസിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് ഒരു മണ്ടത്തരത്തിന്റെ അറ്റാച്ച്മെന്റ് എന്ന് പറയാൻ പറ്റും. ഞാൻ സത്യം പറഞ്ഞ സുവോളജിയിൽ ഡിസെക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ബേസിക്കലി ഈ ജീവികളൊക്കെ ജീവിക്കും, ഈ ജീവികളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന് സ്റ്റിച്ച് ചെയ്ത് അത് ജീവിക്കും എന്നുള്ളൊരു മണ്ടൻ കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ ഇത് ചത്തുവോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇത് ഡിസെക്ട് ചെയ്തിട്ട് ഇങ്ങനെ തുറന്നു വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മാമിന്റെ അടുത്ത് ചോദിക്കുന്നു, ഹാർട്ട് ഇങ്ങനെ ഇട്ടിച്ചോണ്ടിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു മാം അപ്പം ഇത് കഴിഞ്ഞാൽ ഇത് എന്താവും ചോദിച്ചു. അടുത്ത ആഴ്ച നിങ്ങൾ അതിന്റെ അടുത്ത പാർട്ട് ചെയ്യും. അപ്പൊ ഞാൻ അപ്പൊ ഇതിന്റെ ഫോർമുല ഇട്ട് വെക്കും എന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ ഇത് ചത്തുപോയില്ലേ? അപ്പോഴെ മിസ് പറഞ്ഞ പിന്നെ അത് ചത്തുപോകും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അത് പറഞ്ഞപ്പോഴാണ് ആ ഹാർട്ട് ബീറ്റ് ചെയ്യുന്ന കണ്ടപ്പം എന്റെ കയ്യില് ഒരു ജീവൻ, ആ ജീവൻ ഇപ്പൊ പോവാണ് എന്നുള്ളൊരു സാധനം അടിച്ചത്. ചേച്ചി പഠിച്ചപ്പോ തവളേനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു. നമുക്ക് സെക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. തവള ഉണ്ടായിരുന്നു, പിന്നെ പാറ്റ ഉണ്ടായിരുന്നു, പാറ്റ കേട്ടിട്ടുണ്ട്. പിന്നെ ഇതുണ്ടായിരുന്നു, ഷാർക്കിന്റെ ഹെഡ് ഒക്കെ ഡിസെക്ട് ചെയ്യുമായിരുന്നു, നെർവസ് സിസ്റ്റം ഒക്കെ. ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ്ലി എടുത്തൊരു ഒരു ഇതായിരുന്നു അത്, സുവോളജി. അപ്പൊ അങ്ങനെ തവളേന്റെ ഹൃദയം ഇടിക്കുന്ന കണ്ടപ്പം എന്നിലെ കവി ഹൃദയം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ കരഞ്ഞോണ്ട് അത് എഴുതിയത്. ഭയങ്കര വിഷമായി. ഓ തവളെ, ഞാൻ അറിയുന്നു നിൻ ഹൃദയ നൊമ്പരം, ഇരുണ്ട ലാബിന്റെ ഉള്ളറകളിൽ ഇന്നു നീ ഉറക്കത്തിൻ കയത്തിലേക്കിടറി വീഴവേ, മരണത്തിൻ കയത്തിലേക്കിടറി വീഴവേ, എനിക്ക് ചുറ്റും കൂട്ടുകാർ പരിശകൾ നിൻ ഹൃദയധമനിക്കായി വീണു തിരയുന്നു. സദയം ശമിക്ക സുഹൃത്തെ, ഞാനീ കത്തിയാൽ പിളർന്നിടട്ടെ നിൻ മാറിടം, തകർത്തിടട്ടെ നിൻ തുടയല്ലുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഫീലോട് കൂടി എഴുതിയതായിരുന്നു. മിസ്സിനെ കാണിച്ചു കൊടുത്തപ്പോ മിസ് പറഞ്ഞു എന്നാ പിന്നെ നീ സുവോളജി പഠിക്കണ്ടത്, അങ്ങോട്ടേക്ക് ലാപ്ടോപ്പ് പോയിട്ട് പഠിച്ചാ മതിയായിരുന്നു.
ഇത് സ്കൂളിൽ എപ്പോഴെങ്കിലും ചൊല്ലിയിട്ടൊക്കെ ഉണ്ടോ? ഇല്ല, സ്കൂളിൽ നിന്ന് ഞാൻ അങ്ങനെ എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ആക്ച്വലി കോളേജിലേക്ക് കേറിയപ്പോ ഇതിന്റെ ഒരു ഇംഗ്ലീഷ് വേർഷനും ഇല്ലേ? ഫ്രോഗ് ഇല്ലപ്പാ, അതാരൊക്കെ അടിച്ചു വിട്ടതാ. ഞാൻ മലയാളത്തിൽ എഴുതി. പിന്നെ എനിക്ക് ആക്ച്വലി മലയാളം ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആണ് റഹ്മാൻ സാറിന്റെ ഒപ്പം. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 4 years ആയിട്ട് ആ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അല്ല, ഒരുപാട് ഇന്റർനാഷണൽ കോൺസേർട്ട് ഒക്കെ ചെയ്തു. അപ്പം ആസ് ഒരു കരിയറിലെ ഏറ്റവും നല്ലൊരു മൊമെന്റ് തന്ന ഒരു വ്യക്തികളിൽ ഒരാളാണ് റഹ്മാൻ സാർ. സാറായിട്ടുള്ള ഒരു ബെസ്റ്റ് മൊമെന്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? സാറായിട്ടുള്ള ബെസ്റ്റ് മൊമെന്റ് എന്ന് പറഞ്ഞാല്, ഒരിക്കൽ നമ്മള് ഓസ്ട്രേലിയയിൽ ഒരു ടൂറിന് പോയ സമയത്ത് ഒരു ക്രൂസിലായിരുന്നു. നമുക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു, ആഫ്റ്റർ പാർട്ടി. അപ്പം എല്ലാവരും മുകളിൽ ഇരുന്നിട്ട് എല്ലാവരും പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എനിക്ക് വയ്യാണ്ടായി, എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ താഴെ വന്നിരുന്നപ്പോഴുണ്ട് സാറ് ഇറങ്ങി വരുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ചുമ്മാ കോൺവെർസേഷൻ എന്ത് പറ്റി മുകളിൽ വരാതെ, ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, എനിക്കത് ഛർദ്ദിക്കാൻ വരുന്ന പോലെയൊക്കെ തോന്നുന്നതൊക്കെ പറഞ്ഞു നമ്മൾ അവിടെ ഇരുന്ന് ചില്ല് ചെയ്തു. ആ ഒരു ചെറിയൊരു മെമ്മറി എനിക്കുണ്ട്. പിന്നെ നയാഗ്ര വാട്ടർഫാൾസ് കാണുന്നത്, അതും ഞാൻ ഇത് ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു. നയാഗ്ര വാട്ടർഫാൾസ് ആദ്യമായിട്ട് ഞാൻ കാണാൻ പോവാ റഹ്മാൻ സാറിന്റെ കൂടെ ടൂറിന് പോയ സമയത്ത്. അപ്പം ചിത്രേച്ചിന്റെ കൂടെ. അപ്പൊ ചിത്രേച്ചിന്റെ കൂടെ ഞാനിങ്ങനെ പോന്നാന്നുള്ളതെല്ലാം എല്ലാവരുടെ അടുത്തും പറഞ്ഞപ്പം നരേഷും രഞ്ജിത്തൊക്കെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, അയ്യോ നയാഗ്ര വാട്ടർഫാൾസ് പോകുമ്പോ കുളിക്കാൻ ഡ്രസ്സൊന്നും എടുക്കുന്നില്ല. ഞാൻ അയ്യോ ആണോ, അവിടെ കുളിക്കാൻ പറ്റുമോ, പിന്നെന്താ ഡ്രസ്സൊക്കെ എടുക്കുക. അപ്പൊ ഞാൻ ഒരു കുഞ്ഞു പെട്ടിയില് ഫുൾ ഡ്രസ്സ്, പിന്നെ അതിന്റെ കൂടെ ഷാംപൂ, കണ്ടീഷണർ ഒക്കെ ഫുള്ള് നിരക്കി വെച്ച് ടവലൊക്കെ വെച്ച് സെറ്റായിട്ട് പെട്ടിയൊക്കെ എടുത്തിട്ടാ പോകുന്നത്. അപ്പൊ ഇവരെന്നെ പറ്റിച്ചതാന്ന് എനിക്കറിയില്ല. അത് ഷാംപൂ, കണ്ടീഷണർ, ഡ്രസ് എടുക്കുകയാണെങ്കിൽ. അപ്പൊ ഞാൻ നമ്മളെ നാട്ടിലത്തെ ഏതോ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുന്ന മോഡിലാണ് പോയത്. അവിടെ ചിത്രേശിന്റെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാരും ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഈ പെട്ടി എടുത്ത് പുറത്ത് വെച്ചപ്പോ ചിത്രേശി പെട്ടി എന്തിനാ, ഞാൻ പറഞ്ഞ എല്ലാം കുളിക്കണ്ടേ. അപ്പൊ അത് ഭയങ്കര ഫ്ലാഷ് ഔട്ട് ആയി ആ ഹോൾ ട്രിപ്പില്. പിന്നെ വിജയൊക്കെ ഉണ്ടായിരുന്നു അന്ന്. എല്ലാവരും എന്നെ നന്നായിട്ട് റഹ്മാൻ സാർ വിളിച്ചു, ഇന്നലെ കുളിക്കാൻ പോയല്ലേ, അങ്ങനെ മൂർത്തി സാറൊക്കെ കൂടി എല്ലാരും നന്നായിട്ട് തേച്ച് വിട്ട്. അല്ല, ഇവിടത്തെ വാട്ടർഫാൾസിൽ പോയാലും ചേച്ചി ഷാമ്പൂ, കണ്ടീഷണർ ഒക്കെ കൊടുക്കുമോ? കുറച്ച് ഓവറാ. ഞാൻ കുറച്ച് ഓവറാ ബേസിക്കലി. എല്ലാ സ്ഥലത്തും എല്ലാം കുറച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്ത് എല്ലാം ഓവറായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇത്രയും ട്രാൻസ്പെറന്റ് ആയിട്ടാണോ മറുപടി? ചേച്ചിയുടെ ഇന്റർവ്യൂസില് മിക്കൊരു കമന്റ്സ്, ഇപ്പൊ പ്രേക്ഷകരുടെ കമന്റ്സ് ഇടുന്നത് ഭയങ്കര ട്രാൻസ്പെറന്റ് ആയിട്ട് വീക്ക്നെസ് ഒക്കെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പലർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ഒരു ഓപ്പൺ. ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് കുറെ ഞാൻ ആക്ച്വലി മെന്റൽ വർക്ക് ചെയ്തിട്ടും കുറച്ച് വായിച്ചിട്ടും ഒക്കെ കൊറേ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മള് സ്വന്തം ഈഗോനെ നമ്മൾ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ സ്റ്റോറി കേട്ടത്, ശിവാജി റെക്കോർഡിംഗ് ടൈമില് ആരോ കണ്ടപ്പോ എണീറ്റില്ല, പേടിച്ചിട്ട് പാട്ടിന്ന് മാറ്റുക, ഒരു ഇൻസിഡന്റ് ഷെയർ ചെയ്യാം. അത് ശങ്കർ സാർ ആയിരുന്നു. അത് എനിക്ക് ബേസിക്കലി ഇപ്പം മലയാളം ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിൽ പോലും സോഷ്യലി ഒരു സ്ഥലത്ത് പോയാൽ എനിക്ക് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ചില മുഖപരിചയമുള്ള ആൾക്കാരല്ലാണ്ട് ഇപ്പം ഡയറക്ടേഴ്സിനെയോ പ്രൊഡ്യൂസേഴ്സിനോ അങ്ങനെ എഡിറ്റേഴ്സിനോ ഒന്നും എനിക്ക് കണ്ടറിയില്ല. അപ്പൊ ഞാൻ കുറച്ച് അധികം വർത്താനം പറയാണ്ട് ഇങ്ങനെ ജാടയിട്ടിട്ട് നിൽക്കും, ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിടുന്ന ഒരു പേഴ്സോണയാണത്. അപ്പം എനിക്ക് അങ്ങനെ ബേസിക്കലി എല്ലാരും അറിയില്ല. ഇപ്പം ഷോസിന് തന്നെ കാണുന്ന ആൾക്കാരെ ഒരു 5 പ്രാവശ്യമെങ്കിലും കോൺസ്റ്റന്റ്ലി കണ്ടാലേ എനിക്ക് ഒരാളുടെ ഫേസ് രജിസ്റ്റർ ആവുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്റെ ബ്രെയിനിന്. അപ്പം ഇതേമാതിരി ഞാൻ അവിടെ ശിവാജി പാടാൻ വേണ്ടി പോയപ്പം ഈ ലിറിസിസ്റ്റിന്റെ അസിസ്റ്റന്റ് എനിക്ക് ഇങ്ങനെ ലിറിക്സ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പാണ് ശങ്കർ സാർ കയറി വരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്നു. ഇവരെന്തൊക്കെയാണ് എനിക്ക് സംസാരിച്ചിട്ടൊക്കെ പോകുന്ന കണ്ടപ്പോഴാണ് ഈ പയ്യനെടുത്ത് ചോദിച്ച്, ശങ്കർ സാറിനെ കണ്ടിട്ട് എന്താ എണീക്കാത്തേന്ന് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ശങ്കർ സാറിനെ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അവൻ അയ്യോ ഭയങ്കര മോശമായിപ്പോ ഏട്ടാ, റെസ്പെക്ട് ചെയ്യണ്ടേ, അങ്ങനെ ഈ ചെക്കൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ ഞാൻ ടെൻഷൻ. പിന്നെ ഞാൻ ലിറിക്സ് ഒക്കെ എഴുതിയിട്ട് ഉള്ളിൽ പോയപ്പോ ഇവർ രണ്ടാളും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, റഹ്മാൻ സാറും ശങ്കർ സാറും. അപ്പൊ ഞാൻ നേരെ ശങ്കർ സാർ പോയിട്ട് പറഞ്ഞാൽ എനിക്ക് നിങ്ങളെ മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എണീക്കാത്തതൊന്നും വിചാരിക്കരുത്, പാട്ട് കട്ട് ചെയ്യണത്.
എണീറ്റില്ലാന്നും ആ, കരുതി അപ്പൊ ഇവര് രണ്ടാളും കൊറേ ചിരിച്ചു. ഞാൻ ഭയങ്കര നൈവായിട്ട് പോയി പറഞ്ഞപ്പോ പിന്നെ കുഴപ്പമൊന്നുമില്ല പാട് എന്ന് പറഞ്ഞ് അങ്ങനെ പാടി. ഓക്കെ, ആ പാട്ടൊന്ന് നമുക്കൊന്ന് ഇവിടെ ഒന്ന് പാടിയാലോ? അത് ഗിറ്റാർ വേണ്ടി വരില്ല, ഞാൻ കഷ്ടപ്പെടും. அதிரடிக்காரம் மச்சான் மச்சான் மச்சாண்டி அவனுக்கெல்லாமே உச்சம் உச்சம் முச்சாண்டி. அதிரடிக்காரம் மச்சான் மச்சான் மச்சாண்டி அவனுக்கெல்லாமே உச்சம் உச்சம் முச்சாண்டி. ரத்தி தீ தீ ஜெகஜோதி ஜோதி ஜோதி தலா பாத்தி வெடி ஜாதி 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 அடபில்லரங்கா பாஷாதான் இவ பிஸ்டல் பேசும் பேஷாதா. தீ தீ சுட்டா டக்கல் டக்கல் டம்மல் டும்மில் பாஞ்சா சாஞ்சா காஞ்சா மேஞ்சா தோஞ்சா மாஞ்சா ജാജാ ജാജാ. ഞാൻ മാത്രം എന്റെ ഒറിജിനൽ ശബ്ദം കാര്യം പുറത്തെ പാട്ട് വെറുതെ ബോറാക്കണ്ടല്ലോ. ഇത്രയും വലിയൊരു ബിഗ് മൂവി, ബിഗ് പ്രൊജക്ട്, ശങ്കർ സാർ. അപ്പൊ ഇത് റെക്കോർഡിംഗ് ടൈമിൽ ഓഫ്കോഴ്സ് ശങ്കർ സാറും റഹ്മാൻ സാറൊക്കെ ഉണ്ടായിരുന്നു. ടെൻഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് ഇത്രയും പാട്ട് ഇവരുടെ മുന്നിൽ പാടാൻ നേരത്ത് എന്തെങ്കിലും തെറ്റൊക്കെ പറയോ? ഓർമ്മയിൽ ഞാൻ ഛർദിച്ചിട്ടോ ഡൗട്ട് ഉണ്ട്. ഞാൻ നല്ല ടെൻഷനിലായിരുന്നു. പിന്നെ ഞാനും കൊറേ വായിച്ചറിഞ്ഞതും ഒക്കെ സാർ ഭയങ്കര ഹൈപ്പിച്ചെടുപ്പിക്കും എന്നുള്ള ടെൻഷനൊക്കെ ആയിരുന്നു. പക്ഷെ സാർ അങ്ങനെയൊന്നും അല്ല എന്നുള്ളതും നമ്മളുടെ റേഞ്ചിനനുസരിച്ചിട്ട് മാത്രമാണ് സാർ നോട്ട്സ് തരുന്നത് എന്നുള്ളതും ഒന്ന് എനിക്ക് മനസ്സിലായി. കാരണം സാർ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ഈ സ്കെയില് ഓക്കെ ആണോ, ഈ നോട്ട് ഹിറ്റ് ചെയ്യാൻ പറ്റുമോ, കുറച്ചും കൂടി ഇപ്പുറം പോട്ടെ എന്നൊക്കെ പറഞ്ഞ് കറക്റ്റ് നമ്മളുടെ ഒരു റേഞ്ച് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ രണ്ടാമത് റെക്കോർഡിങ് വിളിക്കുന്നത്. അപ്പൊ അതുവരെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യും, സാർ ഇരുന്നിട്ട് ആ സ്കെയിൽ ഇരുന്നിട്ട് ചെയ്യും, എന്നിട്ടാണ് പാടുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഫീലേ ചെയ്തിട്ടില്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ആക്ച്വലി. മ്യൂസിക്കിൽ എന്തെങ്കിലും അഡ്വൈസ് റഹ്മാൻ സാർ തന്നിട്ടുണ്ടോ? ഇങ്ങനെ മ്യൂസിക്കില് അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് അത് ആ ഹോൾ ഒരു 4 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നത്, ഒരുമിച്ച് ഓരോരോ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്, അത് എല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാടുണ്ടായിരുന്നു ആക്ച്വലി. ശരിക്കും എങ്ങനെ വോയിസ് നമ്മള് ഇപ്പൊ മെയിൻ സ്ട്രീമിൽ പാടാണെന്നുണ്ടെങ്കിലും, ഇപ്പൊ ലീഡ് സിംഗർ ആണെന്നുണ്ടെങ്കിൽ, കോറസ് സിംഗർ ആണെന്നുണ്ടെങ്കിലും, എങ്ങനെയാണ് നമ്മള് വോയിസ് പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വോയിസ് നമ്മൾ സോഫ്റ്റ്വെയർ ആയിട്ട് പാടണം, ഏത് ടോണിൽ പാടണം, നമ്മൾ ഏത് ടോൺ പഠിക്കുമ്പോൾ ലീഡ് സിംഗറിന് ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ വരും എന്നുള്ള സാധനങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഒരുപാട് ആക്ച്വലി അത് ലേൺ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതും ഞാൻ വന്ന ടൈമല്ലേ, ഫിലിം ഇൻഡസ്ട്രിയിൽ അപ്പൊ വന്നിട്ടുള്ളൂ. 2004 to 2000 എനിക്ക് തോന്നുന്നു 9 വരെ എങ്ങാണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടൈം കറക്റ്റ് ഒരു ക്രീം പീരിയഡ് ആയിരുന്നു. അപ്പൊ അത് തന്നെ ഭയങ്കരമായിട്ട് ഹമ്പിൾ ആക്കാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സാർ ബേസിക്കലി ഇത്രയും ഒരുപാട് ആർട്ടിസ്റ്റുകളും ഒക്കെ ആയിട്ടും സാറിന്റെ ഒരു ഭയങ്കര ഗ്രൗണ്ടഡ് നേച്ചറാണ് ബേസിക്കലി. അപ്പൊ അത് തന്നെ ഭയങ്കരമായിട്ട് ഞാൻ ഇൻസ്പയർഡ് ആണ് ഒരുപാട്. ഇപ്പം റഹ്മാൻ സാറിന്റെ ഗ്രൂപ്പിൽ ആദ്യം ഒരു കോറസ് ഗാങ്ങിലായിരുന്നു അല്ലെങ്കിൽ ടീമിലായിരുന്നു സെലക്ട് ചെയ്തത്. അപ്പൊ ചേച്ചി ഒരു ഇന്റർവ്യൂ പറഞ്ഞു ഭയങ്കര പാടാണ് കോറസ്, സിംഗിളായിട്ട് പാടുന്നതിലും ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അതെന്താണ് ആ ഒരു ഡിഫറൻസ് ഒരു ഗ്രൂപ്പായിട്ട് പാടുമ്പോഴും? ഗ്രൂപ്പായിട്ട് എന്ന് പറയുന്നത് ഒരു ടീം എഫേർട്ടാണ്. നമ്മൾ മാത്രമായിട്ട് ഒരു സാധനം ചെയ്തല്ല. അവിടെ നമുക്ക് പിന്നെ ഒരു സാധനം ഏതെങ്കിലും ഒരു ഗമകാസ് എക്സ്ട്രാ ഇടാനോ അങ്ങനത്തെ ഒന്നും പറ്റില്ല. നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ഉള്ള പ്രാക്ടീസ് ഇമ്പോർട്ടന്റ് ആണ്. പല ഹാർമണി ലെയേഴ്സ് ഇമ്പോർട്ടന്റ്. അതിൻ്റെ അകത്ത് ഒരാൾ പിച്ച് പോകുമ്പോ തന്നെ എല്ലാവരുടെയും ഇത് മാറും. അപ്പൊ അങ്ങനെ അപ്പൊ നരേഷ് അയ്യറും രഞ്ജിത്തൊക്കെ ആയിരുന്നു ആക്ച്വലി നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നരേഷും അങ്ങനെയാണ് ഞാൻ നരേഷിനൊക്കെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊരു യൂണിവേഴ്സിറ്റി ഓഫ് നോളജ് ആയിരുന്നു. ഇൻഫാക്ട് കുറച്ചും കൂടി ഡിസിപ്ലിൻ വരുമെന്ന് തോന്നണല്ലേ, ആവശ്യമില്ലാത്തടത്ത് പിച്ച് കൊടുക്കണ്ട. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പിന്നെ ഇന്നേഴ്സിൽ കൂടെ എല്ലാ ഇൻസ്ട്രുമെന്റ്സിനും കൂടെ നമ്മുടെ വോയിസ് കേട്ട് അത് പാടല്. പിന്നെ റാഷിദ് അലിയുള്ള ഒരു 2 പെർഫോമൻസ് ഞാൻ ആക്ച്വലി ഗിറ്റാർ വായിച്ചിട്ടുണ്ടായിരുന്നു. ഏത് സോങ് ആയിരുന്നു? മറ്റേ ജാനി തോയ ജാനനാലൊരു സോങ് പാടിയിട്ടുണ്ടായിരുന്നു. അതിൽ ചേച്ചിയും പാടിയിട്ടില്ല? അതിൽ പാടിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്തൊരു സോങ്ങിന് റാഷിദ് അലി പാടിയ ഒരു സോങ്ങിന് ആക്ച്വലി ഗിറ്റാർ വായിക്കാൻ വേണ്ടിട്ട് വെറുതെ ചുമ്മാ എന്നെ പിടിച്ചിട്ട് ഞാൻ ഇതേമാതിരി ടെൻഷൻ അടിച്ചു പോയി. ഇപ്പൊ ആലോചിക്കുമ്പോ ഇതൊക്കെ അയ്യോ. എപ്പോഴെങ്കിലും ചീത്ത കേട്ടിട്ടുണ്ട്? ഏതാ കബി കബി അതിഥി, കബി കബി അതിഥി അതൊന്നും എനിക്ക് ഓർമ്മയില്ല. നല്ല രസം. അയ്യോ എനിക്ക് ഓർമ്മയില്ല.
ഞാൻ പേടിച്ച് നിന്നതെന്ന് മാത്രം ഓർമ്മയുണ്ട്. കാരണം കോറസിന്റെ ഈ പോർഷൻ ഇവിടെ നിന്നിട്ട് പിന്നെ ഓടി ഗിറ്റാർ എടുത്തിട്ട് അവിടെ പോയി നിൽക്കണം, ഒരു സോങ് അപ്പത്തേക്കും പിന്നെയും തിരിച്ചു കയറണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഓട്ടപ്രദക്ഷിണായിരുന്നു. അത് ഭയങ്കര ആ സോങ്ങിലെ ഒരു ഗിറ്റാറിന്റെ ഒരു ഹൈലൈറ്റ് മൂപ്പരാണ് അത് പാടിയതും വായിച്ചതും ഒക്കെ. അപ്പൊ അതൊന്നും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ആ സമയമൊന്നും നമുക്ക് നമ്മുടെ കയ്യിൽ സ്മാർട്ട് ഫോൺസ് ഒന്നും ഇല്ല. 2004 ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ റെക്കോർഡ് ചെയ്തോ ഒന്നും അങ്ങനെ ഒരു ഡോക്യുമെന്റ് ചെയ്ത് വെച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ ആലോചിക്കുമ്പോ എനിക്ക് അതൊക്കെ വിഷമമാണ്. ഞാൻ നല്ലൊരു ഫോട്ടോ പോലും ആക്ച്വലി എടുത്ത് വെച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല. അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ ചേച്ചിക്ക് ഒരുപാട് ഇപ്പത്തെ ഒരു ഇതിലാണ് ആ സമയം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഒക്കെ എനിക്ക് ആക്ച്വലി ചെയ്യാറുണ്ട്. അതൊക്കെ മനസ്സിൽ കിടക്കാന്ന്. പിന്നെ എന്റെ ബ്രെയിൻ അല്ലേ വേഗം അടിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങ് റെക്കോർഡ് ചെയ്ത് വെക്കാം. ഓരോന്നിങ്ങനെ സംസാരിക്കുമ്പോ മെമ്മറിയിൽ വരുന്നതാണ് ഇങ്ങനെ വരുന്നത്. റഹ്മാൻ സാറിനെ എപ്പോഴെങ്കിലും ചീത്ത കേട്ടിട്ടുണ്ടോ? നമുക്ക് അധികവും സ്റ്റേജില് പിന്നെ സൗണ്ട് ചെക്കുള്ള സമയത്ത് എപ്പോഴും കോറസ് സ്റ്റീവിന് കിട്ടും. കാരണം നമ്മൾ ആരെങ്കിലും സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്, സംസാരിക്കും റഹ്മാൻ സാറിന് സ്ട്രേറ്റ് കിട്ടും. പിന്നെ ഒരിക്കൽ എന്നെ ഏതൊരു സോങ് പാടാൻ വേണ്ടി വിളിച്ച സമയത്ത് എനിക്ക് ഈ രാത്രി റെക്കോർഡ് ചെയ്യുന്നത് വലിയ അറിയില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ ഞാൻ ഉറക്കം തൂങ്ങി ഇരിക്കായിരുന്നു. സാറ് പറയുന്ന എല്ലാ നോട്ട്സ് ഞാൻ തെറ്റിച്ചോണ്ടേ ഇരിക്കായിരുന്നു. അപ്പൊ സാറ് വാട്ട് ഇസ് ദിസ് സൈനോറ, യു നോട്ട് കോൺസെൻട്രേറ്റിംഗ്. അപ്പത്തേക്കും ഞാൻ പറഞ്ഞു സാർ ഈ ടൈം ഞാൻ ഇതുവരെ ഇങ്ങനെ പാടിയിട്ടില്ല, ഈ ടൈം എനിക്ക് അറിയില്ല, എനിക്ക് ഉറക്കം വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ സാർ ഒന്ന് ഓക്കെ ശരി. അപ്പൊ സാറിന് മനസ്സിലായി. സാറ് വാ നമുക്കൊരു കോഫി കുടിക്കാന്നൊക്കെ പറഞ്ഞു കാപ്പിയൊക്കെ തന്നു സെറ്റാക്കി. അത് ഏത് സോങ് ആയിരുന്നു? എനിക്ക് തോന്നുന്നത് ഗുരുവിന്റെയോ വേറെ ഏതോ ഒരു സോങ്ങിന്റെ കുറച്ച് ബാക്കിംഗ് സോങ് ഓർമ്മ കിട്ടുന്നില്ല. എന്തോ ഒരു സാധനമായിരുന്നു. ഇപ്പോഴും സാറായിട്ട് ടച്ച് ഉണ്ടോ, കണക്ഷൻസ്? ഇല്ല, ഞാൻ ബേസിക്കലി എല്ലാരും ഒരു കണക്ഷൻ വെക്കാൻ ഭയങ്കര മോശമായിട്ടുള്ള ഒരാളാണ്. ഞാൻ വല്ലപ്പോഴൊക്കെ സാറിന് ഇങ്ങനെ ഇവിടെ കുട്ടമ്പള്ളിയുടെ ശിവരാത്രി ഞാൻ ആദ്യമായിട്ട് ചെയ്ത മ്യൂസിക് അവിടെ നിന്നാണ് ഡോൾബി മിക്സിംഗ് ചെയ്തത്. അപ്പൊ അന്ന് ഞാൻ മെയിലൊക്കെ അയച്ചു, സാർ റിപ്ലൈ ചെയ്തു. സാർ ഭയങ്കര ഹാപ്പി ആയി. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ എന്റെ അടുത്തൊരു ഫേസിലോട്ട് കടക്കാണ്, മ്യൂസിക് ഡയറക്ടർ ഫേസ് എന്നൊക്കെ പറഞ്ഞു. ഹി വാസ് വെരി ഹാപ്പി. പിന്നെ ലൈക്ക് ഞാൻ പിന്നെ അങ്ങനെ കണക്ഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര കണക്ഷൻ വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ കാണുമ്പം പോവാം, സംസാരിക്കാം. ചേച്ചി ബേസിക് കാണുമ്പോ ചേച്ചി ഭയങ്കര എക്സ്ട്രോവേർട്ട് ആയിട്ടൊക്കെ ഭയങ്കര തോന്നുമെങ്കിലും ബേസിക്കലി യു ആർ ഇൻട്രോവേർട്ട്. ഞാനൊരു ആംബിവേർട്ട് ആണെന്ന് എനിക്ക് തോന്നി. രണ്ടുമാണ്. അറിയാത്ത സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഇൻട്രോ ആയിരിക്കും. നേരെ മറിച്ച് എന്റെ ഒരു സ്വന്തം കമ്പനിയിലൊക്കെ ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടഡ് ആണ്. എന്നെ സഹിക്കാൻ പറ്റൂല അവർക്ക്. ഭയങ്കര തുള്ളിക്കളി അവിടെ. പക്ഷെ നേരെ മറിച്ച് അറിയാത്ത സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ കുറച്ച് സൈലന്റ് ആയിട്ട്. ഓക്കെ. ഈ ചേച്ചിയുടെ ഇടയ്ക്ക് ഇപ്പൊ സംസാരിക്കുമ്പോ തന്നെ കണ്ണൂർ സ്ലാങ്ങും ഭയങ്കര എന്നപ്പാ അല്ലെങ്കിൽ ഇപ്പോഴായാലും കേറി വന്നു. ഇപ്പൊ ഒരുപാട് കൺട്രീസ് ട്രാവൽ ചെയ്ത വ്യക്തിയാണ്. ഇപ്പൊ ബേസിക്കലി എറണാകുളത്താണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. എന്നിട്ട് ഈ ലാംഗ്വേജിൽ നിന്നൊന്നും മാറിയിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഇടക്ക് വരും. എന്റെ ശരിയായ കണ്ണൂർ ഭാഷ ഇതാണോ ചോദിച്ചാൽ അല്ല. വീട്ടില് പറയുന്നത് വേറെ ഒരു ഇതാണ്. ഡാഡിന്റെ അടുത്തും മമ്മീന്റെ അടുത്തും എല്ലാം സംസാരിക്കും. പക്ഷെ ഇങ്ങനെ ഇപ്പൊ ക്യാമറന്റെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോ കുറച്ചൊന്നും നമ്മള് പിടിക്കും. മോൾക്ക് കിട്ടിയിട്ടുണ്ടോ കണ്ണൂർ? മോക്ക് മലയാളം ഫുള്ളും മറ്റേ മംഗ്ലീഷ് മലയാളമാണ്. മോക്ക് കണ്ണൂർ സ്ലാങ് ഇല്ല. മലയാളത്തിൽ സംസാരിക്കാനാ ബുദ്ധിമുട്ട് കുറച്ച്. ആരെങ്കിലും ഒക്കെ വരുമ്പം കുറച്ച് കഷ്ടപ്പെട്ടിട്ടൊക്കെ സംസാരിക്കും. അവള് എപ്പോഴും ഇംഗ്ലീഷ് പറഞ്ഞു സ്കൂളിലായാലും ഏറ്റവും കൂടുതൽ പറയുന്നതാ. അപ്പൊ അവള് മലയാളം പറയുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഭയങ്കര നല്ല രസമല്ലേ, ഭയങ്കര പാടുപെട്ടായിരിക്കും നമ്മുടെ ലാംഗ്വേജസ് പറയുന്നത് തന്നെ. ഓക്കെ. ഇപ്പൊ ഈ കണ്ണൂർ സ്ലാങ്ങിനെ പറ്റി പറഞ്ഞപ്പോഴാണ് കണ്ണൂർക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ കണ്ണൂർ സ്ലാങ്ങിൽ എഴുതിയ ഒരു പാട്ടുണ്ട് അല്ലെ, ഒരു ഫിലിമിന് വേണ്ടി എഴുതിയതാണ്. പക്ഷെ അത് പിന്നെ മാറി ചേച്ചിയുടെ തന്നെ ഒരു രീതിയിൽ കമ്പോസ് ചെയ്ത് പുറത്തിറങ്ങി അല്ലെ, ബെഗി ബെഗി. അതൊന്ന് പാടിയിട്ട് നോക്കാം അതിന്റെ വിശേഷങ്ങളൊക്കെ. ഓക്കെ. മൊഞ്ചുള്ളോര നാടിത് പയ്യാമ്പലത്തെ കാറ്റിത്, മൊഞ്ചുള്ളോര നാടിത് പയ്യാമ്പലത്തെ കാറ്റിത്, നെഞ്ചകത്ത് നേരുള്ള നാടിത്, ചങ്കതരും ചങ്ങായി മാറിത്, തലശ്ശേരി ബിരിയാണിന്റെ ചേലത്, ബെങ്കി 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 ബൂ ബൂ, ബെങ്കി 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 ബൂ,
ബെങ്കി 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 ബൂം ബൂം ബെങ്കി 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 ബൂം എല്ലാടിയാന്നപ്പാ പോയിന് എന്തിനന്നപ്പാ കഴിച്ചിന് കുഞ്ഞാളാന്റെ വീട്ടില് പോയിട്ട് കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചേന് കൊടുക്കാച്ചി ബിരിയാണി കഴിച്ചേന്. സൂപ്പർ. എത്ര ഇയേഴ്സ് കഴിഞ്ഞാലും ഈ സോങ്ങിന് ഒരു പ്രത്യേക ബ്യൂട്ടി. ഈ സോങ്ങിന് ഫുൾ എനിക്ക് മറ്റേ കുട്ടി പിള്ളേരല്ല ഷോർട്ട് 6 മാസോ 1 വയസ്സോ എല്ലാം കൊറേ ആൾക്കാർ ഇങ്ങനെ ടാഗ് ചെയ്തെടുത്ത് കാണാം ഈ പാട്ട് വെച്ചു കൊടുക്കുമ്പോ മറ്റേ ഭക്ഷണം കഴിക്കുന്നത്. ഈ പാട്ട് വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. എനിക്ക് അങ്ങനത്തെ കുട്ടി ഫാൻസ് കുറെ ഉണ്ട്. ഈ പാട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ വരെ തമിഴ് തെലുങ്കുലൊക്കെ എക്സ്പ്ലോർ ചെയ്താലും ചേച്ചിയുടെ ഫേസ് എനിക്ക് തോന്നുന്നു രജിസ്റ്റേർഡ് ആയത്. ഈ പാട്ട് ആക്ച്വലി ടിക്ടോക്കിൽ ഭയങ്കര ഹിറ്റ് ആയതൊന്നും നമ്മൾ അറിയുന്നില്ല. ഞാൻ ടിക്ടോക്കിലൊന്നും ഉണ്ടായിട്ടില്ല സമയത്ത്, ഇൻസ്റ്റയിലുണ്ടായത്. അപ്പൊ ഇങ്ങനെ ഓരോ ടാഗ്സ് വരാൻ തുടങ്ങിയപ്പോ ഞാൻ ഇങ്ങനെ ഓരോരുത്തരെ പാടിയിട്ടൊക്കെ ഇടാൻ തുടങ്ങിയപ്പോഴാണ് ഇതെന്താ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ ഇങ്ങനെ വ്യൂസ് ഇങ്ങനെ കൂടുന്നുണ്ട് എന്ന് മനസ്സിലായി. ദാറ്റ് വാസ് അൺഎക്സ്പെക്ടഡ് സത്യം പറഞ്ഞ. അത് നമ്മള് അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ചെയ്ത ഒരു സാധനമായിരുന്നില്ല. ഇതിന്റെ ലിറിക്സ് ചേച്ചി തന്നെയാണ്. ഇതിന്റെ ഫസ്റ്റ് സ്റ്റാൻസ് ഞാൻ എഴുതിയത്. സെക്കൻഡ് ആൻഡ് തേർഡ് സ്റ്റാൻസ് വൈശാഖ് സുഗുണൻ എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ തന്നെയുള്ള മാഷ എഴുതിയത്. ഇതില് ചേച്ചിയുടെ ഈ പാട്ടിന് ശേഷം കണ്ണൂരിൽ എന്താ കുടുക്കാച്ചി ബിരിയാണി കിട്ടി പല 1-2 സ്ഥലത്ത് അതിന്റെ കുടുക്കാച്ചി ബിരിയാണി ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേറ്റന്റ് എടുക്കായിരുന്നു എന്നൊക്കെ ആരൊക്കെയോ പറയുന്ന കേട്ടു. ആ വേർഡ്സ് ഇങ്ങനെയാണോ ശരിക്കും കണ്ണൂർ സ്ലാങ്? ഇങ്ങനെ ഈ പാട്ടിൽ പറയുന്ന പോലെ തന്നെയാണോ? കുഞ്ഞാള ശരിക്കും ഭയങ്കരമായിട്ട് അവിടെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഷാദി എന്ന് പറഞ്ഞിട്ട്. അപ്പം എപ്പോഴും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഇല്ലപ്പ ഇന്ന് കുഞ്ഞാളാന്റെ വീട്ടിൽ പോകാനുണ്ട് നമുക്ക് നിലമ്പുണ്ട്. അപ്പൊ ഞാൻ കുഞ്ഞാളെ അപ്പൊ ഞാൻ ഇതേമാതിരി ചോദിച്ചു എന്തെന്ന് കുഞ്ഞാളാന്ന് പറഞ്ഞാൽ കുഞ്ഞാങ്ങളാന്നാണ് അതിന്റെ അപ്പൊ അർത്ഥം. കുഞ്ഞാങ്ങളെന്റെ വീട്ടിൽ പോകുന്നതാണ്. അപ്പം ആങ്ങളാന്ന് എനിക്ക് സിസ്റ്റർ ഹസ്ബൻഡ് അങ്ങനെ എന്തോ. അപ്പൊ ഈ വേർഡ്സ് ഒക്കെ ഓൾറെഡി എനിക്ക് രജിസ്റ്റേർഡ് ആണ്. ബേങ്കി എന്ന് പറഞ്ഞാൽ വേഗം ഇറങ്ങുന്നതാണ് അർത്ഥം. നമ്മള് അധികവും ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും സ്റ്റോപ്പിലെത്തും ബേങ്കി 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 ഇങ്ങനെ പറയും. അപ്പൊ ബേങ്കി ബൂം ബൂം എന്ന് പറഞ്ഞാൽ വീഴും. കണ്ണൂർക്കാർക്കെല്ലാം മറ്റേ ലോപിച്ചിട്ട് പറയാനുള്ള ഒരു ഷോർട്ടാണ്. അപ്പൊ പെട്ടെന്ന് ഇറങ്ങും അല്ലെങ്കിൽ വീഴും എന്ന് പറയുന്ന ബേങ്കി ബൂം എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഇറങ്ങും അങ്ങനെ വരും. അപ്പം ബേങ്കി ബൂം ആക്ച്വലി കുറച്ചൊരു എന്താ പറയാ ഇംഗ്ലീഷ് ടൊണാലിറ്റിയോടുകൂടിയ ഒരു വേർഡ് അങ്ങനെ തോന്നിയപ്പം ഞാൻ അങ്ങനെ എടുത്ത് ചെയ്തതാ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചേച്ചിക്ക് ഫസ്റ്റ് സൈബർ അറ്റാക്ക് അല്ലെങ്കിൽ ഒരു സൈബർ ബുള്ളിങ് വരുന്നത് ഭാവന ചേച്ചി ആ ഗ്യാങ് ഒക്കെ ആയിട്ട് കളിച്ച ആ ഒരു വീഡിയോ അല്ല. അതിനു മുമ്പ് സൈബർ അറ്റാക്ക് വന്നത് അതിനു മുമ്പ് മറ്റേ ഞാനൊരു ഊബർ ഇഷ്യൂന്റെ ഇതിന് ഫേസ്ബുക്കിലല്ല ഞാൻ ഇതേമാതിരി ഒറ്റക്കാർ എപ്പോഴും ട്രാവൽ ചെയ്യാം. കണ്ണൂരിന്ന് കൊച്ചിയിൽ വന്നിറങ്ങിയ സമയത്ത് ആ സമയം ഊബർ അങ്ങനെ ഇതായിട്ടില്ല, ചെറുങ്ങനെ വരുന്നേ ഇതേ ഉള്ളൂ. അപ്പം എന്റെ ഊബർ വന്നിറങ്ങിയപ്പം കുറച്ച് ഓട്ടോറിക്ഷക്കാർ വന്ന് അവരെ കൈയേറ്റം ചെയ്യാൻ ശ്രമിച്ചപ്പോ ഞാൻ പ്രശ്നമായി. അങ്ങനെ ഞാൻ വന്നൊരു അപ്പൊ തന്നെ ആ ദേഷ്യത്തിന് വന്നിട്ട് ഒരു വീഡിയോ ഇട്ട് ഞാൻ കിടന്നുറങ്ങി. ഞാൻ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. ദേഷ്യം വന്നു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പൊ അവർ എന്റെ അടുത്തും കൂടി ഇറങ്ങാൻ പറഞ്ഞു ഓട്ടോറിക്ഷക്കാര്. ഈ വണ്ടി ഓടൂല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടൊരു സാധനം ഞാൻ ചെയ്തിനു. അപ്പൊ മുതൽ തുടങ്ങിയേനെ ട്രോളിങ്. എന്തിനാ ഈ കുട്ടി ഒറ്റക്ക് യാത്ര ചെയ്യുന്നത്? ഞാൻ ഒറ്റക്കാണ് ബ്രോ, ഞാൻ ഒറ്റക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇതുപോലെ തന്നെ സൗമ്യ കേസും ഇതുപോലെ തന്നെ ചേച്ചി ഫേസ്ബുക്കില് എന്തിനാ ഒറ്റയ്ക്ക് യാത്ര ചെയ്തതെന്ന് ചോദിച്ച ആ ഒരു കേസ് നടക്കുമ്പോ ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. സൗമ്യ മറന്നുപോയല്ലേ? ഞാൻ മറന്നുപോയി. ഞാൻ ഓർത്തി ഞാൻ പറയാ അല്ലല്ല ഞാൻ മറന്നു. എന്നെ പറ്റിക്കാനോ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ആണോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പണ്ടൊക്കെ ഞാൻ ഫേസ്ബുക്കില് ഭയങ്കരമായിട്ടൊക്കെ എല്ലാ കാര്യങ്ങളിലും റിയാക്ട് ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അത് നിർത്തി. ഇപ്പൊ എന്റെ സമാധാനം, എന്റെ മൈൻഡിന്റെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഇതാണ് എനിക്ക് ഇമ്പോർട്ടന്റ് എന്ന് തോന്നിയപ്പോ ഞാൻ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. മോൾക്ക് എന്തൊക്കെ അഡ്വൈസേഴ്സ് കൊടുത്തേക്കുന്നത് ആസ് എ മദർ എന്ന നിലയിൽ? ഇപ്പൊ ചേച്ചിയുടെ ഇപ്പം പിന്നെ സെക്കൻഡ് ആയിട്ട് സൈബർ ബുള്ളി ചെയ്യപ്പെട്ടത് ഡ്രസ്സിങ്ങിലാണ്. ഈ ഡാൻസ് റീലിന് ശേഷം വന്നത് ഏറ്റവും കൂടുതൽ ഡ്രസ്സിങ്ങിലൊക്കെയാണ്. ഡ്രസ്സിങ് മാത്രമല്ല ഒരുപാട് ബോഡി ഷേമിങ് ചെയ്തിട്ടുണ്ട്. എന്റെ തടി, അത് എന്റെ കളർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാന് സത്യം പറഞ്ഞാൽ ഞാൻ ജനമക്ക് അങ്ങനെ അഡ്വൈസസ് കൊടുക്കാറില്ല. ഞാന് ഒരിക്കലും എൻ്റെതായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, എൻ്റെ ബിലീഫ്, എൻ്റെ റിലീജിയസ് പൊളിറ്റിക്കൽ യാതൊരുവിധ കാര്യവും ഞാൻ അവളുടെ മേത്ത്
ഇൻഫ്ലിക്റ്റ് ചെയ്യാറില്ല. അവൾ അവളുടെ സ്വതന്ത്രമായ ഒരു രീതിയിൽ അവള് ഡെവലപ്പ് ചെയ്തെടുക്കട്ടെ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് ചിലപ്പം ഇങ്ങനെ ഓരോരുത്തരെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പം ആ സമയം ഞാൻ ഇരുന്ന് കേൾക്കും. ആദ്യം ഞാൻ ഒന്നും പറയാൻ നിൽക്കില്ല, പിന്നെ ഇരുന്ന് കേൾക്കുമ്പോൾ ഞാൻ പറയും ജന്മ അത് അങ്ങനെ തന്നെയാണ്, ലൈഫ് ഇങ്ങനെയാണ്, നമ്മളിങ്ങനെ ഒരാളെ പറ്റിയിട്ട് നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അത് മാത്രമായിട്ട് മാറും. അപ്പൊ അങ്ങനെ ചെയ്യണ്ട. അങ്ങനെ കുറച്ച് സാധനങ്ങളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ബേസിക്കലി എൻ്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ടും എൻ്റെ ആക്ടിവിറ്റീസ് കൊണ്ട് തന്നെ അവള് ഗൈഡഡ് ആവുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ട്രൗസർ വിവാദം വന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അതെടുത്തിട്ട് ഞാൻ എൻ്റെ മോക്ക ഫസ്റ്റ് കാണിച്ചു കൊടുക്കുന്നത്. എനിക്ക് വേറൊരാളുടെ അപ്പീലും വേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ മോളടുത്ത് ഞാൻ ചോദിച്ചു, സാർ ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നത്? യു ലുക്കിംഗ് ലവ്ലി മാ എന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് കണ്ടിട്ട് കുറെ ആൾക്കാർ മമ്മനെ ചീത്ത വിളിക്കുന്നുണ്ട്, അവരെല്ലാം പോവാൻ വരാമമ്മ. അതാണ് അവളുടെ എനിക്കത് മാത്രമാണ്. പിന്നെ ചിലത് അവൾ ഓവറാവുന്നുണ്ട് നമ്മൾ പറയുമ്പോ ഞാൻ പിന്നെ കണ്ണടക്കും, കുഴപ്പമില്ല. പിന്നെ ഞാൻ ജനമ്മന്റെ അടുത്ത് പറയും, എനിക്ക് ഇങ്ങനെ ഒരു ബ്ലെസ്സിങ് ഇപ്പൊ എത്രയോ സിംഗേഴ്സ്, എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിംഗേഴ്സ് ഇസ് അറൗണ്ട് അസ്. എവറിബഡി ഈസ് സ്ട്രഗ്ലിങ്, ഒരുപാട് സ്ട്രഗിൾസ് ഉള്ള ആളുകളുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ എനിക്ക് ഇരിക്കാനുള്ള ഒരു ബ്ലെസ്സിങ് തന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, പറയണം, നമ്മൾ അനുഭവിക്കണം. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് ഒരു ഫിയർ ബേസ്ഡ് ഇല്യൂഷൻ വെച്ചിട്ട് അതിനെ തട്ടി മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഇപ്പം ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ കുറച്ചൊന്ന് ഇവോൾവ് ചെയ്ത് വന്നപ്പോഴും ഞാൻ എല്ലാ സോഷ്യൽ കാര്യങ്ങളും ഇപ്പം ഞാൻ പോയി അങ്ങനെ ഇടപെടാറില്ല. എനിക്ക് ഫീൽ ചെയ്യുന്നത്, എനിക്ക് ഇടപെടണം എന്ന് തോന്നുന്ന സമയത്ത് മാത്രം ചെയ്യാന്നുള്ളത് മാത്രമാണ്. അങ്ങനെ സനമോളെ പറ്റി പറഞ്ഞപ്പോഴാണ്, സനമോള് ലൈക് ക്യാരിങ് ആയിരിക്കുമ്പോഴാണ് തുപ്പാക്കിയിലെ പാട്ട് പാടുന്നത്. ഇത് കൊറേ എത്ര ദിവസം ചെയ്ത് സത്യം പറഞ്ഞ റിസർച്ച്, നിങ്ങൾ 2 കൊല്ലത്തെ റിസർച്ച് മൊത്തമായിട്ട് എടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെകഞ്ഞു പോകുമ്പോ നമുക്ക് കിട്ടുമല്ലോ, എവിടെന്നെങ്കിലൊക്കെ കിട്ടുമല്ലോ. അത് ഏറ്റവും വലിയ തമാശ എന്താ അറിയോ, ഹാരിസ് ഓൺ ദി എഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഫെബ്രുവരിയില് ഒരു ഷോ നടന്നു ദുബായില്. അപ്പൊ അതിന് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ പ്രഗ്നന്റാ. അപ്പൊ ഞാൻ ഫ്ലൈറ്റ് ഒറ്റക്കാ പോകുന്നതും ഒട്ടന്നിങ്ങനെ ഛർദിക്കുന്നു. അപ്പൊ കൂടെ വരുന്നത് എല്ലാരും ചോദിക്കുന്നു വാട്ട് ഹാപ്പൻ, യു ഓക്കേ, സുനിത ഒക്കെ ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു അവിടെ പെർഫോമൻസ് ചെയ്തിട്ടാണല്ലോ തിരിച്ചെത്തുന്നത്. പിന്നെയാണ് എനിക്ക് തോന്നുന്നത് ഓഗസ്റ്റിൽ എങ്ങാണ്ടാണ് തുപ്പാക്കിക്ക് എന്നെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ 9 months പ്രഗ്നന്റ് ആയി. ഹൈഡ് ചെയ്യാൻ പറ്റില്ല ഇല്ല. അപ്പം സാറിന് ഇതൊന്നും അറിയില്ല കേട്ടാ, ഹാരിസ് സാറിന് ഇത് അറിയില്ല. ഞാന് തുപ്പാക്കിക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിട്ട് വന്നപ്പോ എന്നെ കുമ്പാണ്ടപ്പോ കടവുളെ, അപ്പൊ നീ അന്ന് പെർഫോം ചെയ്തത് മറ്റേ സ്റ്റേജിലെല്ലാം ഓടിപ്പാഞ്ഞ് നടന്നത്. ഞാൻ പറഞ്ഞു അന്ന് ക്യാരിങ് ആയിരുന്നു, ഞാൻ ആർക്കും പറഞ്ഞിട്ടില്ല. അയ്യോ കടവുളെ, അങ്ങനെയായിരുന്നു. എനിക്ക് ഈ തുപ്പാക്കി കോള് വന്നതുകൊണ്ട് ഞാൻ പോവും, ഞാൻ റെക്കോർഡിങ്ങിന് പോവും. അപ്പം മമ്മിക്ക് ടെൻഷനായി പോയി, മോളെ അങ്ങനെ ഫ്ലൈറ്റിന് എന്തിനാലും പോകാൻ പറ്റൂല, നമ്മൾ ട്രെയിനിന് പോവാന്ന് പറഞ്ഞു. അങ്ങനെയാ ഞാനും മമ്മിയും ഇതിന് പോകുന്നത്. ട്രെയിനിന് പോയി അന്ന് രാത്രി ആക്ച്വലി ഞാൻ ഉറങ്ങിയിട്ടില്ല, കാരണം ഒരു 11 മണിയായപ്പോ ആയപ്പോഴത്തേക്കും മോളിങ്ങനെ ഉരുളാൻ തുടങ്ങി വയറുന്ന്. ഞാൻ വെച്ചിത് പണിയായി. ഞാനും മമ്മി വന്നിട്ട് മമ്മി ഇത് ചെയിന് വലിക്കാനായ? മമ്മി പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, നീ നല്ലോണം ബ്രീത് ചെയ്ത് വെള്ളം കുടിക്കും. നമ്മൾ രണ്ടാളിങ്ങനെ ഇരുന്നിട്ടാണ് അവിടം വരെ എത്തിയത്. ടയർഡ്നെസ്സും ഉണ്ട്, പിന്നെ അങ്ങനെ യാത്ര ചെയ്യാൻ പാടില്ല. എനിക്കതാണ്, ഞാൻ അങ്ങനെ പേടിച്ച് പിന്മാറുന്നൊരു ഇല്ല. പിന്നെ തുപ്പാക്കി ആ സോങ് ഭയങ്കര ഹൈപ്പിച്ചല്ല. ഇതൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അത് ആരെന്നറിയട്ടത്, സിത്തുവിന്റെ ഹസ്ബൻഡ് സജീഷ് ചേട്ടൻ. അത് ആ സമയം അതൊന്ന് അൽഫോൺസ് ചേട്ടന്റെ ഏതോ ഒരു പടത്തിന്റെ റെക്കോർഡിങ്ങിന് പോയപ്പോ മൂപ്പർ തന്നെ ഈ ഫുൾ വയറിൽ ഷൂട്ട് ചെയ്തതായിരുന്നു. ഭയങ്കര പിച്ച്, നമുക്ക് തന്നെ ഒരു വൈറ്റ് കുർത്തല്ലേ അത്രയും ഹൈ പിച്ചൊക്കെ എടുത്ത് പാടുമ്പോ നമുക്ക് തന്നെ പേടിയായി പോയി. ഇല്ല, പക്ഷെ അതൊക്കെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ ഒരു റെബല്യസ് എക്സ്പീരിയൻസ് ആണ്. ഇത് മോളോട് പറഞ്ഞിട്ടുണ്ട്, സന മോളോട് 6 മാസം വയറ്റിലിരുന്നപ്പോ കുറച്ച് കഴിയുമ്പോ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവൾ അറിയും. ഇപ്പൊ എന്റെ പാട്ടൊന്നും കേൾക്കാൻ വല്ല താല്പര്യമില്ല. അവൾക്ക് ഒലീവിയ റോഡ്രിഗസും പിന്നെ സെബ്രീന കാർപെൻറ്റർ ഒക്കെയാണ് ഭയങ്കര ഇഷ്ടം. ഇടക്കിങ്ങനെ ഞാനിങ്ങനെ എന്റെ ഈഗോ ഹേർട്ടമ്പറേടി ഞാനും ഒരു സിംഗർ ആടി, ഇടക്ക് എന്റെ പാട്ടൊക്കെ ഒന്ന് കേക്ക്.
അവൾക്ക് ഇഷ്ടമല്ല കോൺസേർട്സിന് വരാനൊക്കെ. ഒന്നാമത് അവൾക്ക് ലൗഡ് നോയ്സ് അധികം പറ്റൂല. അപ്പൊ അവൾക്ക് ഭയങ്കര മടിയാ. ഞാൻ മ്യൂസിക്കിൽ ടേസ്റ്റ് ഉണ്ടോ മോൾക്ക്? മ്യൂസിക് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, അത്യാവശ്യം പാടൊക്കെ ചെയ്യും. പക്ഷെ എല്ലാവരും ചോദിക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, അവള് വരയ്ക്കും നന്നായിട്ട്. അപ്പൊ അവൾക്ക് അങ്ങനെ ചാനലൈസ് ചെയ്യാനാണ് ഇഷ്ടം. ആർട്ടിസ്റ്റ് ആകാൻ ഇപ്പൊ കുറച്ച് കഴിയുമ്പം ചിലപ്പോ ചെയ്യുമായിരിക്കും. പക്ഷെ അതിന് ഞാൻ നിർബന്ധിക്കൂല. ഇഷ്ടമുള്ള ഇഷ്ടമാണെങ്കിൽ മാത്രം ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് അല്ലേ? ഓക്കെ.